നമുക്ക് ഇനിയും പറഞ്ഞു നിർത്തിയത് നമ്മൾ സോഷ്യൽ മീഡിയയുടെ കാര്യങ്ങളൊക്കെ നമ്മൾ സംസാരിച്ചു. അതുകൂടാതെ ഷോപ്പിങ്ങിനെ പറ്റി പറഞ്ഞു. ഷോപ്പിങ്ങിലൊന്നും തീരെ വലിയ താല്പര്യങ്ങളില്ലാത്ത ഒരാളാണ്. പക്ഷെ അല്ലാതെ ഉള്ള കാര്യങ്ങളിൽ എന്തൊക്കെയാണ് ക്രേസ്? ഇപ്പം ഒരു ഗേളിഷ് ടൈപ്പ് എന്നൊന്നും എനിക്ക് പറയാൻ പറ്റത്തില്ല. എങ്കിലും പെൺകുട്ടികൾക്ക് ഇപ്പം ബാഗ്സിനോട് ക്രേസ് ഉണ്ടാവും, അല്ലെങ്കിൽ ഡ്രസ്സസ്, അല്ലെങ്കിൽ എന്തെങ്കിലുമൊക്കെ ഒരു ഇൻട്രസ്റ്റ് ഒരു പെർട്ടിക്കുലർ തിങ്ങിനോട് ഉണ്ടാവുമല്ലോ. എന്താണ് മൊബൈൽസ് മേടിക്കുക, അങ്ങനെ എന്തെങ്കിലും കാര്യങ്ങൾ കൂടുതൽ ഇഷ്ടമുണ്ടോ? ഒരു സ്പെഷ്യൽ ഇൻട്രസ്റ്റ്? എനിക്ക് ബാഗ്സ് വളരെ ഇഷ്ടമാണ്. ഇങ്ങനെ പല ടൈപ്പ് ഓഫ് ബാഗ് വാങ്ങിക്കാൻ ഭയങ്കര ഇഷ്ടം. അത് ബ്രാൻഡഡ് അങ്ങനെ എന്തെങ്കിലും ഫോക്കസ്ഡ് ആണോ? നല്ല ഡിസൈൻ ഒക്കെ കാണുവാണെങ്കിൽ അങ്ങനെ വാങ്ങിക്കത്തില്ല, പക്ഷെ വാങ്ങിക്കാൻ ആഗ്രഹമുണ്ട്. ഓക്കെ ഓക്കെ. അങ്ങനെ കാശ് വരാറില്ല, എന്നാലും ഒരു വാങ്ങിക്കാൻ ആഗ്രഹമൊക്കെ വരാറുണ്ട്, തോന്നാറുണ്ട്. അല്ലാതെ ചെരുപ്പിനോട് വലിയ ക്രേസ് ഇല്ല. വേറെ ഈ ഡ്രസ്സാണ്. വാച്ചസ്? വാച്ചസും അങ്ങനെ. എന്റെ ഈ ഒരു ജി ഷോക്ക് വാച്ചാണ് ഞാൻ സാരിയുടെ കൂടെയും ജീൻസിന്റെ കൂടെ. എന്റെ എല്ലാ ഫോട്ടോസ്. മൊബൈൽസ്, പുതിയ പുതിയ ലേറ്റസ്റ്റ് അപ്ഡേറ്റ്സ് അങ്ങനെയൊന്നുമില്ല. ഞാനിങ്ങനെ മൊബൈൽ ആകെ സോഷ്യൽ മീഡിയ അതൊക്കെ അങ്ങനെ മൊബൈലിൽ കുറെ ഗവേഷണം നടക്കുന്ന ആളൊന്നും അല്ല. ഡ്രൈവ് ചെയ്യുവോ? എന്നർക്കല്ലേ ഡ്രൈവ് ചെയ്യും. ഡ്രൈവ് ചെയ്യും. അപ്പൊ അങ്ങനെ ഒറ്റയ്ക്ക് എവിടെയെങ്കിലും ഇങ്ങനെ ലോങ് ഡ്രൈവ്സ് ഒക്കെ പോകാനൊക്കെ ഇഷ്ടമാണോ? ഇല്ലല്ലേ, കാറ് എന്റെ അപ്പാടെ ആയതുകൊണ്ട് പരീക്ഷണമൊന്നും അതുകൊണ്ട് അത്ര ദൂരെ പോകാൻ പറ്റത്തില്ല. അപ്പൊ നമ്മള് ഈ പ്രോഡക്ട്സ്, മേക്കപ്പ് പ്രോഡക്ട്സ് ഒക്കെ ഇല്ലേ, അത് കൂടുതൽ നമ്മൾ എന്തായാലും സ്കിന്നിന് വളരെ ഒരു ഇമ്പോർട്ടൻറ്റ് ഫാക്ടറാണ്. അത് ഫേസ് നമ്മൾ കൂടുതൽ ശ്രദ്ധിച്ചേ പറ്റത്തുള്ളൂ. അപ്പൊ ഇൻഡസ്ട്രി വന്നതിന് ശേഷം, നേരത്തെ അത്ര ബോധവോടായിരിക്കണം എന്നില്ല, അപ്പോൾ ഇപ്പോൾ ഈ ഇൻഡസ്ട്രി വന്നതിന് ശേഷം എങ്ങനെയാണ് അത് ആ കാര്യങ്ങളൊക്കെ ടേക്ക് കെയർ ചെയ്യുന്നത്? ഇപ്പം ബ്രാൻഡഡ് മേക്കപ്പ് പ്രോഡക്ട്സ് ഒക്കെ യൂസ് ചെയ്യുമോ? അല്ലെങ്കിൽ ഇപ്പം ട്രാവൽ ചെയ്യുന്ന സമയത്ത് എന്തൊക്കെ കയ്യിൽ ക്യാരി ചെയ്യാറുണ്ട്? അല്ല, ഞാനിങ്ങനെ ആകെ യൂസ് ചെയ്യുന്ന ഒരു ക്രീം, ഒരു പൗഡർ, ഒരു കൺമഷി, അല്ലാതെ വേറെ ഒന്നും യൂസ് ചെയ്യാറില്ല. അങ്ങനെ അത് യൂസ് ചെയ്യാൻ ഒന്നും അറിയത്തില്ല. പിന്നെ ഫാഷൻ ഷോയ്ക്കൊക്കെ പോകുമ്പോൾ അവര് മേക്കപ്പ് ചെയ്ത് തരുന്നല്ലാതെ സ്വന്തമായിട്ട് യൂസ് ചെയ്യുന്ന അങ്ങനെ പരിപാടിയൊന്നുമില്ല. അപ്പം നമ്മൾ രാവിലെ സംസാരിച്ചപ്പോഴേ ഞാനിങ്ങനെ അന്നേരം ഒന്നും ഇങ്ങനെ ഓർത്ത് വെച്ചിരുന്നത്, അതായത് മന്ദാരത്തിൽ റൊമാൻസ് ആണെന്ന് പറഞ്ഞു. അത് ഓരോരുത്തരുടെ പെർസ്പെക്റ്റീവ് അല്ലേ, ഓരോ ഡിഫറെൻറ്റ് പെർസ്പെക്റ്റീവിൽ കാണുന്ന ഒരു തരം റൊമാൻസ്. അപ്പം എന്താണ് അന്നക്കിളിയുടെ ഒരു പെർസ്പെക്റ്റീവ് ടുവേർഡ്സ് ലവ്? എൻ്റെ പെർസ്പെക്റ്റീവ് പ്രണയത്തോട് എനിക്ക് വളരെ നല്ല അഭിപ്രായമാണ്. അങ്ങനെ ഒരു തെറ്റാണെന്ന് തോന്നില്ല. നമുക്ക് ഏത് പ്രായത്തിലും എങ്ങനെ വേണേലും നമ്മുടെ ഇഷ്ടത്തിൽ പ്രേമിക്കാം. ചിലർ വളരെ സീരിയസ് ആയിട്ട് പ്രേമിക്കുന്നതായിരിക്കും, ചിലർ അങ്ങനെ വലിയ അതിനൊരു ഡോൺ കെയർ ആറ്റിറ്റ്യൂഡ് കൊടുത്ത് അപ്പോഴത്തെ ഒരു സുഖത്തിന് പ്രേമിക്കുന്നവരായിരിക്കും. വാട്ട് എവർ ഇറ്റ് ഇസ്, എവറിത്തിങ് ഇസ് ലവ്. നമ്മളതിനെ ഒരു രീതിയിൽ ജഡ്ജ് ചെയ്യേണ്ട ആവശ്യമില്ല. ചിലർ പറയും ദിവ്യ പ്രണയം കുറേ നാൾ പ്രേമിക്കുന്നവരാണ് നല്ലത്, അങ്ങനെയുള്ള അഭിപ്രായമൊന്നുമില്ല. അത് ഡിപ്പെൻഡ്സ് ഓൺ ദ പേഴ്സൺ. ചിലർക്ക് ഒരാളെ കുറെ നാൾ ടോളറേറ്റ് ചെയ്യാൻ പറ്റത്തില്ലായിരിക്കും, ചിലർക്ക് ഒരാളെ പറ്റുള്ളൂ എന്നുള്ള അവസ്ഥയുണ്ട്. ഇറ്റ് ഓൾ ഡിപ്പെൻഡ്സ് ഓൺ ദ പേഴ്സൺ. ദാറ്റ്സ് വാട്ട് ലവ് ഇസ്. ഈ പറഞ്ഞ പോലെ പലർക്കും പല പേഴ്സ്പെക്റ്റീവാണ്. അപ്പോൾ ഞാൻ ഇതുപോലെ ഇഷ്ടം പോലെ പ്രണയമായിട്ട് ബന്ധപ്പെട്ട് ഇഷ്ടം പോലെ അനുഭവങ്ങൾ ഉണ്ടായിട്ടുണ്ട്. ആൻഡ് എല്ലാം ചിലതൊക്കെ നന്നായിട്ട് എൻഡ് ചെയ്തിട്ടുണ്ട്, ചിലതൊക്കെ മോശമായിട്ട് എൻഡ് ചെയ്തിട്ടുണ്ട്. ആൻഡ് ഐ തിങ്ക് എല്ലാം എനിക്ക് സ്പെഷ്യലാണ്. എല്ലാത്തിനെയും ഞാൻ അതിൻ്റേതായ ഓരോ പ്രത്യേകതകളായിട്ട് കൺസിഡർ ചെയ്ത് നന്നായിട്ട് ഒന്നും ഞാൻ മോശമായിട്ട് കണ്ടിട്ടില്ല. അത് ഇറ്റ് ഈസ് ഓൾ സ്റ്റേജസ് ഓഫ് ലൈഫ്. ഇങ്ങനെ ഒരാളായിരിക്കണം, അല്ലെങ്കിൽ ഇങ്ങനെയൊക്കെ എൻ്റെ ഒരു ക്യാരക്ടർ ഇങ്ങനെയാണ്, സോ അങ്ങനെ എന്നെ വരുന്ന ആളും അല്ലെങ്കിൽ എന്നോട് ഇഷ്ടമാണെന്ന് തോന്നുന്ന ആളും അങ്ങനെ ഒരു ആളായിരിക്കണം, അങ്ങനെയൊക്കെ എന്തെങ്കിലും മനസ്സിൽ അങ്ങനെ ഒരു ഫിഗർ ഉണ്ടോ? ഒബ്വിയസ്ലി ഉണ്ട്. പറയുന്ന പോലെ ഈ എന്നെ ജഡ്ജ് ചെയ്യുന്ന ആളാവരുത്. കാര്യം ഞാൻ എനിക്കിഷ്ടമുള്ള പോലെ ജീവിക്കുന്ന ആളാണ്. അപ്പം ഈ പറഞ്ഞ റെസ്ട്രിക്റ്റ് ചെയ്യുന്ന ഒരു ടൈപ്പ് ബോയ് ഫ്രണ്ട് ആവുന്ന എനിക്ക് ഒട്ടും പറ്റത്തില്ല. പിന്നെ എൻ്റെ വഴിക്ക് വിടണം. അപ്പം ഞാൻ ചെയ്യുന്ന അങ്ങനെ ചെയ്യരുത്, അങ്ങനെ അല്ല ചെയ്യേണ്ടത്. നമുക്ക് അഡ്വൈസസ് നല്ലതാണ്, പക്ഷെ അത് ഫോഴ്സ് ചെയ്യരുത്, അത്രേ ഉള്ളൂ. പിന്നെ പറഞ്ഞ കുറച്ച് ക്രിയേറ്റീവ് ആയിട്ടുള്ള ആൾക്കാരൊക്കെ ആണെങ്കിൽ കുറച്ചുകൂടെ നല്ലതല്ലേ. അതിങ്ങനെ ഓഫീസിലൊക്കെ പോകുന്ന സ്ഥിരം വർക്ക് ചെയ്യുന്ന ആൾക്കാരോട് വലിയ അങ്ങനെ ഉള്ളവരും കുഴപ്പമില്ല, പക്ഷെ കുറച്ച് ഉള്ളില് കുറച്ച് കലാബോധമൊക്കെ ഉള്ള ആൾക്കാരാണെങ്കിൽ ഒരു പ്ലസ് ആയിരിക്കും. സോ അങ്ങനെയുള്ള ആൾക്കാരൊക്കെ ഐ തിങ്ക് ഇതിന്റെ ഒക്കെ ഉപരി നമ്മളെങ്ങനെ ട്രീറ്റ് ചെയ്യുന്നു എന്നുള്ളതാണ്. അതെ.
റൈഡൊക്കെ പോകുന്ന ചേച്ചി ബുള്ളറ്റിൽ പൊളിക്കില്ലേ? ഇത് പൊളിയാ. എത്ര നാളെ ഈ പരിപാടിയൊക്കെ തുടങ്ങിയിട്ട്? കുറച്ചാളായി. ഞാൻ 8ാം ക്ലാസ് സമയത്ത് ബുള്ളറ്റൊക്കെ ഓടിക്കും എന്നൊക്കെ എനിക്കറിയാം, പക്ഷെ ഇങ്ങനെ ഒരു പരിപാടി ഇവിടെ ഉണ്ടെന്ന് എനിക്കറിയില്ല. ഒരു സർപ്രൈസ് ഉണ്ടെന്ന് ഇപ്പൊ ഇത്ര ഞാൻ എക്സ്പെക്ട് ചെയ്തില്ല. കോളേജ് ടൈമിലൊക്കെ ഇപ്പൊ പൊളിച്ച് കാണുമല്ലോ. കോളേജ് ടൈമില് ഇതുപോലെ പൊളിച്ചത് വെച്ചാൽ ഫ്രണ്ട്സിന്റെ ബൈക്കൊക്കെ ഓടിക്കും. അങ്ങനെ ട്രിപ്സ് ഒന്നും പോയിട്ടില്ല? ട്രിപ്പൊന്നും പോയിട്ടില്ല. അതുപോലെ ഏറ്റവും ആദ്യമായിട്ട് ബൈക്ക് ഓടിക്കുന്നത് എൻ്റെ ഉമ്മയുടെ ഫ്രണ്ട് ബൈക്ക് ഓടിക്കാൻ പഠിപ്പിച്ചിട്ടാണ്. അതൊരു 8ാം ക്ലാസ്സിൽ പഠിക്കും. എനിക്കിതൊരു ഫസ്റ്റ് എക്സ്പീരിയൻസ് ആട്ടോ. ഒരു ഗേളിന്റെ കൂടെ ഇങ്ങനെ ബുള്ളറ്റിലൊക്കെ പോയാൽ ഞാൻ ഒന്ന് എക്സ്പീരിയൻസ് ചെയ്യട്ടെ. പിന്നെ അല്ല. അപ്പൊ നമുക്ക് പോവാം. പൊന്നളിയാ, തകർത്തു. വേറെ ലെവലായിരുന്നു. എന്തായാലും എനിക്ക് ഭയങ്കര ഒരു എന്താ പറയുക, ഒരു ഡിഫറെൻറ്റ് എക്സ്പീരിയൻസ് ആയിരുന്നു. കാരണം നമ്മൾ ഡേവിഡ് സ്റ്റാറിൽ ശരിക്കും പറഞ്ഞാൽ കാറിൽ ട്രാവൽ ചെയ്തിട്ടുണ്ട് ആർട്ടിസ്റ്റിൻ്റെ കൂടെ, പക്ഷേ ബുള്ളറ്റിൽ ഇത് ആദ്യമായിട്ടാണ്. ഇതൊരു ഡിഫറെൻറ്റ് എക്സ്പീരിയൻസ്, ഇതൊരു തുടക്കമാകട്ടെ. അതെ. അപ്പം നമ്മൾ ഇനി എങ്ങോട്ടാണ് നെക്സ്റ്റ്? തിരിച്ച് വീട്ടിലേക്ക് ചായ കുടിച്ച് ശരിയാ. ഡൺ. Come on. അപ്പോൾ എന്തായാലും ഇന്നത്തെ ഒരു ഡേ ഇവിടെ നമ്മളിങ്ങനെ അവസാനിക്കാൻ പോവുകയാണ്. ഇപ്പോൾ കുറച്ച് ചായ കുടിച്ചിട്ട് പോവാം. തീർച്ചയായിട്ടും. ഇത് അമ്മ ഉണ്ടാക്കിയതാന്ന് ഉറപ്പായിട്ടും. അപ്പോൾ cheers. ഏലക്ക ചായ സൂപ്പർ. അപ്പോൾ എന്തായാലും ഇന്നത്തെ ഈ ഒരു ഡേ ഭയങ്കര ബ്യൂട്ടിഫുൾ ആക്കിയതിന് ഇപ്പം എന്തായാലും മൂവി റിലീസ് ആവാനായിട്ട് പോവുകയാണ്. അപ്പോൾ ഇതിൻ്റെയൊക്കെ തിരക്കുകളൊക്കെ ഉണ്ടെന്ന് അറിയാം. സോ എന്നിട്ടും നമ്മളോട് ടൈം സ്പെയർ ചെയ്തതിന് ഒരുപാട് താങ്ക്സ്. വിഷ് യു ഓൾ ദ ബെസ്റ്റ്. താങ്ക് യു. മന്ദാരം എല്ലാവരും തിയേറ്റേഴ്സിൽ തന്നെ പോയി കാണണം. എല്ലാവർക്കും എൻജോയ് ചെയ്യാൻ പറ്റും. ബിക്കോസ് ഇറ്റ്സ് എ ലവ് സ്റ്റോറി. നമ്മളെല്ലാവരും അനുഭവിച്ചിട്ടുള്ളൊരു ഫീലിംഗ് ആണ് ലവ് എന്ന് പറയുന്നത്. സോ എല്ലാവരും തിയേറ്റേഴ്സിൽ തന്നെ പോയി കാണണം. ഫുൾ സ്വിങ്ങിൽ എൻജോയ് ചെയ്യാൻ പറ്റും. സോ താങ്ക് യു. താങ്ക്സ് എ ലോട്ട്.